വാളെടുത്തവൻ വാളാലെന്ന് കേട്ടിട്ടില്ലേ? അതാണ് കോട്ടയം സ്വദേശി ജയകൃഷ്ണൻ എന്ന യുവാവിന് സംഭവിച്ചത്. കോട്ടയം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ മോഷണം, പിടിച്ചുപറി, വധശ്രമം ഉൾപ്പെടെ വിവിധ കേസുകളിൽ പ്രതിയായിരുന്ന ജയകൃഷ്ണനെ കാപ്പ ചുമത്തി നാടുകടത്തിയിരുന്നു. പിന്നീട് അയാൾ ആലപ്പുഴ എരമല്ലൂരിലാണ് താമസിച്ചു വന്നിരുന്നത്. എരമല്ലൂരിൽ ഇയാളുടെ ആക്രമണത്തിന് പതിവായി ഇരയായിരുന്നത് സഹപ്രവർത്തകരാണ്. ഒടുവിൽ സഹികെട്ട് സഹപ്രവർത്തകനായ യുവാവ് ജയകൃഷ്ണനെ കുത്തിക്കൊലപ്പെടുത്തി. ആലപ്പുഴ എരമല്ലൂരിനെ നടുക്കിയ കൊലപാതക കേസിൽ പ്രതി പ്രേംജിത്തിനെ അരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എരമല്ലൂർ എൻവിസ് ബാറിന് സമീപമുള്ള പൊറോട്ട കമ്പനിയിൽ വിതരണ ജോലി നോക്കിയിരുന്നയാളാണ് കൊല്ലപ്പെട്ട മണർകാട് സ്വദേശി ജയകൃഷ്ണൻ. കമ്പനിയിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് പൊറോട്ട സപ്ലൈ ചെയ്യുന്ന ജയകൃഷ്ണന്റെ വാഹനത്തിലെ സഹായിയായിരുന്നു പ്രതി പ്രേംജിത്ത്. കോട്ടയം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ മോഷണം, പിടിച്ചുപറി, കൊലപാതക ശ്രമം തുടങ്ങിയ കേസുകളിൽ പ്രതിയായ ജയകൃഷ്ണൻ കാപ്പ നിയമപ്രകാരം നാട് കടത്തിയതിനെ തുടർന്നാണ് ഈ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയത്. ജയകൃഷ്ണൻ പ്രേംജിത്തിനെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുകയും കേസുകളിൽ ഉൾപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടുള്ള വിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. കമ്പനിയിലെ ജോലിക്കാർ വിശ്രമിക്കുന്ന വീട്ടിലെ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന ജയകൃഷ്ണനെ പുലർച്ചെ 4:30 കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ചും കത്തികൊണ്ട് മുതുകത്ത് കുത്തിയുമാണ് പ്രേംജിത്ത് കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം മുറിയിൽ ഉപേക്ഷിച്ചുപോയ ആയുധങ്ങൾ പോലീസ് പിന്നീട് കണ്ടെടുത്തു. ദൃക്സാക്ഷികൾ ആരുമില്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ പരിശോധനയുടെയും സാങ്കേതിക പരിശോധനകളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്കെത്തിയത്. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 ആലപ്പുഴ.